പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കവുമായി ബന്ധപ്പെട്ട് BJP ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന അല്പസമയം മുൻപ് പ്രവർത്തകർ നമോ ആപ്പ് ഉപയോഗിക്കണം, ജനങ്ങളുമായി ബന്ധപ്പെടാൻ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി ഉപദേശിക്കുന്നു. അയോധ്യ പ്രതിഷ്ഠ, നാട്ടിലെ ക്ഷേത്രങ്ങൾ BJP പ്രവർത്തകർ വൃത്തിയാക്കണം, അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ കേരളത്തിലെ വീടുകളിൽ ദീപം തെളിക്കണം തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയാണ്. വിജയകുമാർ, അങ്ങനെയൊരു നേർക്കുനേർ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടായില്ല. അയോധ്യ അതിലെ രാഷ്ട്രീയമൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും സജീവമാക്കാൻ BJP ഉദ്ദേശിക്കുന്നുണ്ട് എന്ന സൂചന മാത്രം ആ പ്രസംഗത്തിലുണ്ടായി. വിജയകുമാർ, ഹാഷ്മി, യഥാർത്ഥത്തിൽ ഒരു പഠന ക്ലാസ് ആയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം. BJP ഈ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക തലത്തിലെ നേതാക്കൾക്കുള്ള ഒരു പഠന ക്ലാസ് എന്ന് വേണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഈ ഏതാണ്ട് ഒരു 40-42 മിനിറ്റ് നീണ്ട പ്രസംഗത്തെ നമുക്ക് ചുരുങ്ങിയ വാക്കിൽ വിശേഷിപ്പിക്കാം. എങ്ങനെയാണ് വോട്ടർമാരോട് വോട്ട് ചോദിക്കാൻ പോകേണ്ടത്, BJP താഴെത്തട്ടിൽ ബൂത്തിലേക്ക് വോട്ടർമാരെ കാണാൻ പോകുമ്പോൾ എങ്ങനെയാകണം അവരെ സമീപിക്കേണ്ടത്, മോദിയുടെ ഗ്യാരണ്ടി എന്നത് എങ്ങനെയാണ് വീടുകളിലേക്ക് എത്തിക്കേണ്ടത് എന്നതാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത്. ഈ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അത് പറഞ്ഞു തന്നെ വോട്ട് ചോദിക്കാം, ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് വോട്ടർമാരെ സമീപിക്കാം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ബൂത്ത് ഇൻചാർജുമാർ കൂടിയായ ഈ ശക്തി കേന്ദ്ര പ്രമുഖന്മാരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഓരോ അംഗവും 10-15 ആളുകൾ വരുന്ന, കുടുംബങ്ങൾ വരുന്ന ഒരു ഗ്രൂപ്പ് നിങ്ങളുടെ ചുമതലയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുക, അവരുമായി നിരന്തരം ആശയവിനിമയം നടത്തുക, വീടുകളിലേക്ക് പോവുക, വീട്ടിലുള്ളവരുമായി സംസാരിക്കുക, സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ നിങ്ങൾക്കിൽ എത്തിയോ എന്ന് അന്വേഷിക്കുക, എത്തിയില്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുക, അവരെ മോദിയുടെ ഗ്യാരണ്ടി അത് അവരിൽ ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ വീടുകളിൽ എത്തിച്ച് അത് വോട്ട് ചോദിക്കുക, അതുയർത്തി വോട്ട് ചോദിക്കുക. പുതിയ വോട്ടർമാർ, യുവാക്കൾ, അവരൊക്കെ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എങ്ങനെയാണ് ആ വോട്ട് ചോദിക്കേണ്ടത്, ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത്. LDF-ഉം UDF-ഉം ഇവിടെ നടത്തിയത് അഴിമതിയായിരുന്നു, കുംഭകോണങ്ങളായിരുന്നു. അതുകൊണ്ട് അവരെ ജനങ്ങൾക്ക് മടുത്തു, മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് കേരളം. ഡൽഹിയിലേക്കുള്ള യാത്രയിൽ കേരളത്തിന് വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്നത് എല്ലാവരും ഓർക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ഡൽഹിയുടെ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ നിങ്ങൾക്ക് കഴിയും. ഇത്തവണ ജനങ്ങൾക്ക് വലിയ മതിപ്പുണ്ട്, അത് മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് ഉറപ്പുവരുത്തുക, അത് ആ വിശ്വാസം, ജനങ്ങളുടെ വിശ്വാസം പാലിക്കുന്നുണ്ടെന്ന് സംസ്ഥാനത്തെ BJP നേതാക്കൾ ഉറപ്പുവരുത്തുക. അങ്ങനെ മുന്നോട്ട് പോകുക. എങ്ങനെയാണ് വോട്ടർമാരെ സമീപിക്കേണ്ടത് എന്നതിൻ്റെ ഒരു പഠന ക്ലാസ്, ഒരു സ്റ്റഡി ക്ലാസ് തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. അങ്ങനെ മറ്റ് രാഷ്ട്രീയ വിമർശനങ്ങൾ ഏതെങ്കിലും തരത്തിൽ നേതാക്കന്മാരിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാരുമാക്കിയുള്ള അഭിപ്രായ വ്യത്യാസം അതൊക്കെ ഉണ്ടെങ്കിലും ആ നിലയിൽ രാഷ്ട്രീയ ഏറ്റുമുട്ടലിന് കളമൊരുക്കാതെ സ്വന്തം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി അത് വോട്ട് ആക്കി മാറ്റുക, അതിൽ ജനങ്ങളെ പ്രേരിപ്പിക്കുക, ബൂത്തുകളിൽ അതിനുള്ള നടപടികൾ, ക്രമീകരണങ്ങൾ ഉണ്ടാവുക, അതിന് നിങ്ങൾ നേതൃത്വം വഹിക്കുക. അതുപോലെ ശ്രീരാമക്ഷേത്രം എന്നത് അത് പ്രസംഗത്തിൽ ഭംഗ്യന്തരൻ അദ്ദേഹം ഉന്നയിച്ചു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള വ്രതത്തിലാണ്, അതിൻ്റെ ആചാരാനുഷ്ഠാനപരമായ വ്രതമാണ് താൻ അനുഷ്ഠിക്കുന്നത്. ഈ സമയത്ത് നിരവധി ക്ഷേത്രങ്ങളിൽ പോയി ക്ഷേത്രങ്ങൾ വൃത്തിയാക്കാൻ കഴിഞ്ഞു. അതൊക്കെ വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ജനങ്ങളുടെ അനുഗ്രഹം കിട്ടുന്നുണ്ട് അവിടെ നിന്നൊക്കെ. അപ്പോൾ നിങ്ങളും നാടുകളിലേക്ക്, നഗരങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്കൊക്കെ പോയി അവിടുത്തെ ക്ഷേത്രങ്ങളൊക്കെ വൃത്തിയാക്കുക, ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുക. ആ ദിവസം ശ്രീരാമ ജ്യോതി എല്ലാ വീടുകളിലും ഗ്രാമാന്തരങ്ങളിലും തെളിയുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതിനൊക്കെ പങ്കെടുക്കുക. വലിയ കാത്തിരിപ്പിന്റെ ഫലമായി കിട്ടിയതാണ് ശ്രീരാമക്ഷേത്രം. അതുകൊണ്ട് ആ സമയത്ത് ഭക്ത്യാദരപൂർവ്വം വിജയമൊറ്റക്കാരോട് പ്രധാനമന്ത്രി തിരികെ തേവര വഴി റോഡ് മാർഗം നേവൽ ബേസിലേക്ക് തിരിക്കുന്നു എന്നറിയുന്നു. അപ്പോൾ എന്താണ് പ്രധാനമന്ത്രിയുടെ അടുത്ത മണിക്കൂറുകളിലെ യാത്രാ പദ്ധതി? പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ മടക്കയാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ, അവിടെ വാഹനവ്യൂഹം തയ്യാറായി വരുന്നുണ്ട് എന്ന് അതവിടെ സജ്ജമായി കിടക്കുന്നുണ്ട്. അദ്ദേഹം വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ യാത്ര, ഡൽഹിയിലേക്കുള്ള മടക്കയാത്ര തുടങ്ങും. പ്രതീക്ഷിച്ചതിലും കുറച്ച് വൈകിട്ടുണ്ട് എങ്കിലും എല്ലാ പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ട്. വലിയ ആൾക്കൂട്ടം എല്ലായിടത്തും ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി തുടക്കത്തിൽ ഗുരുവായൂരിലും തൃപ്രയാറിലും ഒക്കെ ഉണ്ടായ അനുഭവം സൂചിപ്പിക്കുകയും ചെയ്തു. അവിടെയൊക്കെ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ അനുഗ്രഹം തനിക്ക് കിട്ടി. തുടർച്ചയായി കേരളത്തിലേക്ക് എത്താൻ കഴിയുന്നത് തന്നെ വലിയ അനുഗ്രഹമാണ്. എത്തുമ്പോഴൊക്കെ
വലിയ ജനക്കൂട്ടമുണ്ട്. ഈ വനിതകളുടെ വലിയ സംഗമം ഇവിടെ സംഘടിപ്പിക്കാൻ BJP സംസ്ഥാന ഘടകത്തിന് കഴിഞ്ഞു. അത് എനിക്ക് തോന്നുന്നു BJP സംസ്ഥാന ഘടകത്തിന് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റ് കൂടിയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന്. ഒരു സംഘടനാ പ്രവർത്തനമാണ് കൂടുതൽ കാലം നടത്തിയത് പ്രധാനമന്ത്രി മോദി, അദ്ദേഹം അത് സൂചിപ്പിച്ചു. അപ്പോൾ ഇത്രയും വലിയ ഒരു മഹിളകളുടെ ഇത്രയും വലിയ സംഗമം നടത്തുക എന്നത്, അവിടേക്ക് ആളുകളെ എത്തിക്കുക എന്നത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് അല്പസമയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. അല്പസമയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങുന്നു. ഡൽഹിയിലേക്ക് 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാകുന്നു. അതിൽ ഒരു പിടി പരിപാടികൾ പങ്കെടുത്താണ് എന്ന് പറയുമ്പോൾ പോലും ഇടതു വലതു വിരുദ്ധ അത്യാവശ്യം അങ്ങനെ വലിയ നേർക്കുന്ന രാഷ്ട്രീയ വിമർശനങ്ങളില്ലാത്ത 2 ദിവസം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് മടങ്ങുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമാണ് BJP കേരളത്തിൽ നടത്തുന്നത്.